അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ തനതായ രൂപം കേരളീയ മുസ്ലിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഹക്കായ ഒരു മാർഗമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അൽഹംദുലില്ലാ, അതിൻ്റെ സെൻറ്റിനറി നടക്കാനിരിക്കുകയാണ്. പ്രചരണ പ്രവർത്തന ഗോതയിൽ അഹ്ലുസുന്നയുടെ ചുണക്കുട്ടികൾ സജീവമായി രംഗത്തുണ്ട്. നാളിതുവരെ ചെയ്തു വന്നതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾക്കെതിരിൽ ശക്തിയുക്തം വാളോങ്ങി അവരെ എതിർത്ത് തോൽപ്പിച്ച് പരിശുദ്ധ ദീനിൻ്റെ ഹക്കായ മാർഗം വിശ്വാസി സമൂഹത്തിന് തുറന്നു കൊടുക്കുന്നതിൽ എന്നും വിജയിച്ച് മുൻനിരയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്തയുടെ മാർഗം ശരിയല്ലെന്ന് ജനങ്ങളിലേക്ക് സന്ദേശമെത്തിക്കാൻ വേണ്ടി ഈ 100 കൊല്ലത്തിനിടയിൽ പല പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഖവാരിജുകളും റാഫിദിയാക്കളും മുഅ്തസിലുകളും ശംസിയാക്കളും അങ്ങനെ തുടങ്ങി പലരും രംഗത്ത് വന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപപ്പെട്ടതിന് ശേഷം ആ സമസ്തയെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ശരിയല്ല, സത്യദീൻ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ 100 വർഷത്തിനിടയിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, ചേകന്നൂരിസം, അതുപോലെ കുരൂർ തരീക്കത്ത്, ശംസിയ തരീക്കത്ത്, നൂരിഷ തരീക്കത്ത്, ആലുന്തറ തരീക്കത്ത്, ആലുവ തരീക്കത്ത്, ഇപ്പോൾ ഏറ്റവും അവസാനമായി കുരുവട്ടൂർ തരീക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെയും. ഇതെല്ലാം രംഗത്ത് വന്നത് സമസ്തയെ എതിർക്കുക എന്ന ലക്ഷ്യത്തിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ എതിർക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവർ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരാദ്യം സമസ്തയിലെ ആളുകളായി വന്നിട്ട് പിന്നീട് വ്യതിചലിച്ച് പുറത്തുപോയി സമസ്തയെ എതിർക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടത്. എന്നാൽ ഏറ്റവും അവസാനമായി രംഗത്ത് വന്നിരിക്കുന്ന കുരുവട്ടൂരികളുടെ കാര്യവും തദൈവ. നമുക്കറിയാം, ഏകദേശം 1.5-2 വർഷമായി സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വഹാബിസത്തേക്കാൾ മൗദൂദിസത്തേക്കാൾ എന്തിനധികം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന ഫാസിസ്റ്റുകളെക്കാൾ വലിയ ഭീകര സ്വരങ്ങൾ മുഴക്കിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ, ആലിമീങ്ങൾക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, സാദാത്യങ്ങൾക്കെതിരെ നാവുപയോഗപ്പെടുത്തി, മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി കുരുവട്ടൂരികൾ അധപ്പതിച്ചു.
അവർ കയ്യിൽ എഴുതിയിരിക്കുന്നതാണെങ്കിലോ നമ്മളുടെ ആത്മീയ ആചാര്യന്മാരായ മഹാന്മാരുടെ പേരുകളും, വിശിഷ്യ ഗൗസുൽ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, അതുപോലെ മഹാനായ സയ്യിദ് അലവി മംഫറമി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ്, ബഹുമാനപ്പെട്ട ഖുതുബുൽ സയ്യിദ് വലിയുല്ലാഹി, അതുപോലെ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ തുടങ്ങിയ സ്വാത്വികരായ സൂഫി വര്യന്മാരുടെ നാമങ്ങളിലാണ് അവർ രംഗപ്രവേശനം ചെയ്തതും. എന്നാൽ ഏറ്റവും അവസാനമായി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ട വളരെ കൗതുകകരമായ ചില വിഷയങ്ങൾ, അതാണ് എൻ്റെ സംസാര വിഷയം. ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദിനെ വഹാബിയാണെന്നും വഹാബി ആശയം പ്രചരിപ്പിക്കുന്ന കപടനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അപരാധം പറഞ്ഞ ആളാണെന്നും അങ്ങനെ തുടങ്ങി പല വേണ്ടാത്ത പ്രചരണങ്ങളും മഹാനവറുകളെക്കുറിച്ച് ഇവർ സ്റ്റേജ് കെട്ടി മൈക്കിന് മുമ്പിൽ നിന്ന് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു. ഉസ്താദ് അവറുകൾ നടത്തിയ പല പ്രഭാഷണങ്ങളും അഹ്ലുസുന്നയുടെ ആദർശം ബോധ്യപ്പെടുത്തുന്നതും അവർക്ക് കരുത്തു പകരുന്നതും ഈമാനിന് ശക്തി പകരുന്നതുമാണ്. അൽഹംദുലില്ലാഹ്, എത്രയോ പ്രഭാഷകന്മാരെ നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ ഉസ്താദ് അവറുകളുടെ പ്രഭാഷണത്തിൽ ഒരു പഴുത് കണ്ടെത്തുവാൻ കഴിയാത്തത്രയും വിദഗ്ധമായി സുന്നത്ത് ജമാഅത്ത് കൈകാര്യം ചെയ്യുന്ന മഹാപണ്ഡിതനാണ് പേരോട് ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകളെക്കുറിച്ച് ഇങ്ങനെ അപരാധം പറഞ്ഞപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സ് വേദനിക്കുകയായിരുന്നു. നമ്മൾക്കൊന്നും സംഭവിക്കില്ലെങ്കിലും സാധാരണക്കാരിത് കേട്ട് തെറ്റിദ്ധരിക്കുകയില്ലേ എന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസം മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി സംഘടിപ്പിച്ച് തലേ ദിവസവും അതിൻ്റെ തലേ ദിവസവുമൊക്കെ നമ്മളെയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി, നിങ്ങൾക്കും കൂടി വരാം, അവിടെ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളെ ശൈഖുനെയാണ് അവിടെ പ്രഖ്യാപനം നടത്തുക എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം ശബ്ദബഹളമുണ്ടാക്കി അന്തരീക്ഷം മലീമസപ്പെടുത്തിയവർ അവരെ എല്ലാം ഇരുത്തിക്കൊണ്ട് ആ മഹാനുഭാവൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങളെന്ന് പറയുന്ന ആൾ, അദ്ദേഹം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ അതേ ആശയം, അതേ വിഷയം, അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നലെ മടവൂർ കോട്ട അല്ലെങ്കിൽ മിനിയാന്ന് മടവൂർ കോട്ട എന്ന് പറയുന്ന അവരുടെ ആസ്ഥാനത്ത് നടത്തിയ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കാര്യം ഇവിടെ സമാധാനിക്കുന്നു. ഒന്നുകിൽ വട്ടൂരികൾ, കുരുവട്ടൂരികൾ, കുറുവക്കാർ ഇനി മുതൽ അവരുടെ സ്റ്റേജിൽ ഇത്തരം നീചമായ പ്രഭാഷണങ്ങൾ നിർത്തിവെക്കും, ആരെക്കുറിച്ചും ഒന്നും പറയുകയില്ല. അല്ലെങ്കിൽ യഹ്യ തങ്ങളെ വഹാബിയാണ് അദ്ദേഹം, പേരോടിൻ്റെ വാദക്കാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും വഹാബിയാക്കി പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്തിടുന്ന ഒരു ദയനീയമായ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഇത് രണ്ടിലൊന്ന് അടുത്ത സ്റ്റേജ് മുതൽ നമ്മൾ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലെ നടത്തിയ പ്രഭാഷണം കേട്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, കക്കാട് മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെയും ഇവരുടെ കോട്ടയിലേക്ക് ക്ഷണിച്ചു വരുത്തി. കക്കാട് മുഹമ്മദ് ഫൈസി നേരത്തെ ഏതോ ഒരു തരീഖത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് അദ്ദേഹവുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മളാരും പിന്നെ അങ്ങോട്ടേക്ക് പോയതുമില്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനും പോയില്ല, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം കാണാൻ പോയില്ല, അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയതേയില്ല. കക്കാട് ഫൈസിയാണെങ്കിലോ സ്റ്റേജ് മുഴുവനും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം മാത്രമേ പരാമർശിക്കുന്നത് നമ്മൾ കേട്ടതുള്ളൂ. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ പ്രഭാഷണത്തിൽ തന്നെ, കോട്ടയിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നു,
നമ്മൾ സൂഫിയാക്കളുടെ വഴി അന്വേഷിക്കാൻ നമുക്ക് വഴിയൊരുക്കി തന്നത് മഹാനായ സുൽത്താനുൽ ഉലമയും CM വലിയുല്ലാഹിയും വടകര മുഹമ്മദ് ഹാജി തങ്ങളും പോലെയുള്ള മഹാന്മാരിലൂടെയാണ് എന്ന് കക്കാട് മുഹമ്മദ് ഫൈസി പറയുമ്പോൾ ഈ കുരുവട്ടൂരികൾ വളരെ മോശമായി ഈ അടുത്ത ദിവസങ്ങളിൽ പോലും പറഞ്ഞ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ കക്കാട് മുഹമ്മദ് ഫൈസി സംസാരിക്കുമ്പോൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഇവർ ഏറ്റവും വലിയ മഹാനെന്ന് പറഞ്ഞ് കുത്തുബുൽ ആലം എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ മുറബ്ബിയായ ശൈഖാണെന്ന് പറഞ്ഞ് സമൂഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയോടും വടകര മുഹമ്മദ് ഹാജി തങ്ങളോടും ഒപ്പമാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഷെയ്ഖ് എന്താണെന്നും മനസ്സിലായിട്ടില്ല, കുത്തുബ് എന്താണെന്നും മനസ്സിലായിട്ടില്ല, ആലിം എന്താണെന്നും മനസ്സിലായിട്ടില്ല, ആരിഫ് എന്താണെന്നും മനസ്സിലായിട്ടില്ല, ശരീഅത്ത് എന്താണെന്നും അറിയില്ല, ഹഖീഖത്ത് എന്താണെന്നും അറിയില്ല. ഇതൊന്നും അറിയാത്തൊരു വർഗമായി കേവലം ഉപജീവനത്തിന് വേണ്ടി, പള്ളയുടെ ഗുണത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി എല്ലാവരും ചെയ്തതുപോലെ 974 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ 2026 വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് കാന്തപുരത്തെ തെറി പറഞ്ഞാൽ ജീവിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു വിഭാഗത്തിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നതല്ലാതെ ഇവർക്ക് മറ്റൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഈ മഹാന്മാരുടെയും മഹത്തുക്കളുടെയും കൂടെ ചേർത്തിപ്പറയേണ്ട പേരാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടേതെന്ന് നമ്മളൊക്കെ അകറ്റി നിർത്തിയ കക്കാട് ഫൈസി പോലും പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം തിരിച്ചറിയുക, നമ്മൾ പിടിച്ചിരിക്കുന്നത് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെയാണ്. ഉസ്താദ് അവറുകൾക്ക് പിഴച്ചിട്ടില്ല, പിഴക്കുകയില്ലെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിശ്വാസികളോടും പ്രവർത്തകരോടും, വിശിഷ്യ SSFൻ്റെ, SYSൻ്റെ, മുസ്ലിം ജമാഅത്തിൻ്റെ, ജമിയത്തുൽ മുഅല്ലിമീനിൻ്റെ പ്രവർത്തകരോട് എല്ലാവരോടും പറയാനുള്ളത്, നാം ഇത്തരം അബദ്ധചടിലമായ വാദങ്ങളോ പ്രഖ്യാപനങ്ങളോ പ്രഭാഷണങ്ങളോ കേട്ട് അവൻ പറഞ്ഞതും ശരിയല്ലേ, അയാൾ പറയുന്നതും കാര്യമല്ലേ, ദിക്റല്ലേ ചെല്ലുന്നത്, തസ്ബീഹ് മാലയല്ലേ കയ്യിലുള്ളത്, പുതപ്പല്ലേ ചോലിലുള്ളത് എന്ന് മനസ്സിലാക്കി നാം അതിൽ പെട്ടുപോകരുത്. കപട വിശ്വാസികൾ, കപട വേഷധാരികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ രംഗപ്രവേശനം ചെയ്യുക ഇത്തരത്തിലാണ്. ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങളും മുസ്ലിഹീങ്ങളാണ്, ഇസ്ലാഹിൻ്റെ ആളുകളാണ്, മസ്ലഹത്തിൻ്റെ ആളുകളാണ്, ഞങ്ങളും നിങ്ങളെപ്പോലെ വിശ്വാസികൾ തന്നെയാണെന്ന് മുനാഫിക്കുകൾ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ സംഭവം സൂറത്തുൽ ബഖറയിലുണ്ട്. ഇതുപോലെ ഞങ്ങളും ശരിക്കും തരീഖത്താണ്, അള്ളാഹുവിൻ്റെ ആളുകളാണ്, ഞങ്ങൾ രംഗപ്രവേശനം ചെയ്തത് ദീന് പറയാനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാലുള്ള തലേക്കെട്ടും വലിയ താടിയും മൊഞ്ചും ഒക്കെ ഉണ്ടാവും. അതൊന്നും കണ്ടിട്ട് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ആലിമീങ്ങളാണ് ദീന് പറയേണ്ടത്. ദീൻ പറയാനുള്ള അവകാശം അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾക്കാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരാണ് ഇവിടെ നമുക്ക് ദീന് പറഞ്ഞു തരേണ്ടത്. ആ ദീനാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ആലിമീങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല, ഞങ്ങൾക്കാണ് തിരിയാന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് തിരിഞ്ഞതല്ല, അവർ തിരിഞ്ഞു പോയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും പറയാനുള്ളത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി, വളരെ ഖേദപൂർവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇങ്ങനെയൊക്കെ അപരാധങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് അള്ളാഹു പറയിപ്പിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കണം, ശരീഅത്തിന് മുൻഗണന കൊടുക്കണം, ഇസ്ലാമിക വിശ്വാസ കർമ്മ ആചാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അവരുടെ നേതൃനിരയിൽ അവർ കൊണ്ടുവന്ന് അവരോധിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമ്പോൾ
പിന്നെ അതിൻ്റെ സത്യം തിരഞ്ഞ് നമ്മൾ പോകേണ്ടതില്ലല്ലോ. അവജ്ഞയോടുകൂടി 1000 വട്ടം അവജ്ഞയോടുകൂടി ചവറ്റുകൊട്ടയിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന ലാഘവത്തോടുകൂടി ഇത്തരം കള്ളത്തെരീക്കത്തുകളെ നാം വലിച്ചെറിയുക. നമ്മൾ ആലിമീങ്ങളുടെ പിന്നിൽ നിൽക്കുക. സയ്യിദുന താജുൽ ഉലമാ ഖദ്ദസുല്ലാഹു സിറൂഹുൽ അസീസ് മഹാനവറുകൾ അവിടുത്തെ വലിയ വലിയ സമ്മേളന പ്രഭാഷണങ്ങളിൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന തെരീക്കത്ത് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന തെരീക്കത്ത് മതി. അതെന്താണെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ പറയുന്ന സ്വലാത്ത് ചൊല്ലിക്കോളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല തെരീക്കത്തെന്ന് താജുൽ ഉലമ പലപ്പോഴും പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി അത് മതി എന്ന്. സാധാരണക്കാരായ നമ്മൾക്ക് പിഴച്ചു പോകാതിരിക്കാനാണ് നമുക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരത് പറഞ്ഞു തന്നത്. അവർക്കൊന്നും തിരിയില്ല, തിരിയുന്നതൊക്കെ ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ് അല്പജ്ഞാനി ആനയെ കണ്ടാൽ പൊട്ടൻ ആനയെ കണ്ടതെന്ന് പറയുന്നത് പോലെ ആ ഒരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിൻ്റെ ദീനിൽ യഥാർത്ഥ വിശ്വാസികളായി തഖ്വയോടുകൂടി അടിയുറച്ച ഈമാനോടുകൂടി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. നാഥനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾക്കും ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങളവർകൾക്കും പേരോട് ഉസ്താദ് അവർകൾക്കും പൊന്മള ഉസ്താദ് അവർകൾക്കും കോട്ടൂർ ഉസ്താദ് അവർകൾക്കും ഒക്കെ പിന്നിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസികളും കർമ്മനിരതരായ പ്രവർത്തകരുമായി ജീവിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.